ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും സവിശേഷമായ തന്ത്രപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2018 തന്നെ ഇറാന്റെ ഈ തുറമുഖം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകൾ ഉണ്ടായി എങ്കിലും ഇറാനെതിരെ നിലനിന്നിരുന്ന ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ വേണ്ടത്ര ഇടപെടലുകൾ നടത്തുവാനോ ഭംഗിയായി അത് മുന്നോട്ട് കൊണ്ടുപോകുവാനോ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ ടെഹ്റാനിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഇന്ത്യ 10 വർഷത്തേക്ക് ഈ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. ഇതിൽ 2-3 ലക്ഷ്യങ്ങളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. മധ്യേഷ്യയിലേക്കും അതുവഴി യൂറോപ്പിലേക്കും പാകിസ്ഥാനെയും ചൈനയും ഒക്കെ മറികടന്നുകൊണ്ട് വലിയ മികച്ച തരത്തിലുള്ള ഒരു വാണിജ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. മാത്രമല്ല, വരുന്ന ലോകക്രമത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ വികസനത്തിന്റെ നിർണായകമായ ഒരു ഘടകമായി തുറമുഖങ്ങൾ മാറാനുള്ള സാധ്യത പണ്ടേ വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. സമുദ്രങ്ങള്, അതിന്റെ അതിർത്തികളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും അവിടെയുള്ള ഇപ്പം പസഫിക് ഓഷനുമായി ബന്ധപ്പെട്ട് മറ്റ് പല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടും നടക്കുന്ന ലോകരാജ്യങ്ങളുടെ മത്സരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് വളരെയേറെ ശ്രദ്ധയാകർഷിക്കുന്നത്. ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു വിദേശ തുറമുഖം സ്വായത്തമാക്കുക, അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഇന്ത്യ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതിന്റെ സൂചനയായിട്ടാണ് ഇതൊക്കെ വിലയിരുത്തപ്പെടുന്നത്. അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഈ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ടെഹ്റാനുമായി ചർച്ച നടത്തുകയും ഒടുവിൽ ഇറാനുമായി കരാർ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു. മേഖലയിലെ ചരക്ക് ഗതാഗതത്തിന്റെ ആക്കം കൂട്ടുക, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഈ മറ്റ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യക്കെതിരായി പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെയും ചൈന നടത്തുന്ന ശ്രമങ്ങൾ നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം സിൽക്ക് റൂട്ടുകൾ, പുതിയ വാണിജ്യ മേഖലകൾ, പുതിയ വാണിജ്യ പാതകൾ അവരുണ്ടാക്കുന്നു. ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ്, ചൈന അതിന്റെ ഗതാഗതവുമായി ബന്ധപ്പെട്ടും തന്ത്രപ്രധാനമായിട്ടുള്ള അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തിയുള്ള ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ്, അവരതൊക്കെ അവരുടെ വാണിജ്യത്തിനാണെന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും അത് വാണിജ്യേതര ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് അവരുടെ സൈന്യത്തിന്റെ വളരെ തന്ത്രപ്രധാനമായ കപ്പലുകളൊക്കെ എത്തിക്കുന്നതിന് അവര് ഈ തുറമുഖം ചിലയിടത്തെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്ത്യക്ക് ചുറ്റും ഒരു മാല പോലെ ഇന്ത്യയെ കൊടുക്കാൻ വേണ്ടിയുള്ള പല പദ്ധതികളും നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് സ്ട്രിങ് ഓഫ് പേൾ സ്ട്രാറ്റജി എന്ന് പറയും. ആ സ്ട്രിങ് ഓഫ് പേൾ സ്ട്രാറ്റജിയുടെ ചൈന ഇന്ത്യക്ക് ചുറ്റും തുറമുഖങ്ങൾ ഒരു മാല പോലെ പണിഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുക എന്നുള്ള ശ്രമം ചൈന പണ്ടേ തുടങ്ങിയതാണ്. അതിന്റെ ഭാഗമായി അവര് പാകിസ്ഥാനിലും ഗദ്ദാർ പോർട്ട് പണിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട പ്രോജക്റ്റ് അവര് ധാരാളമായി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഒടുവിൽ അത് ശ്രീലങ്കയ്ക്ക് തന്നെയും ഒരു ബാധ്യതയായി മാറി അവരെ കടക്കണിയിലാഴ്ത്തി ധാരാളം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതുപോലെ പാകിസ്ഥാനിലും ഒരു പോർട്ട് അവർ പണിഞ്ഞിട്ടുണ്ട്. അതാണ് ഗദ്ദാർ പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ പാകിസ്ഥാനിലെ ഈ ഗദ്ദാർ പോർട്ടിൽ നിന്ന് ഏതാണ്ട് 170 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ പോർട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ പോർട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പോർട്ടാണ് എന്ന് വരുമ്പോഴാണ് ഇതിന്റെ തന്ത്രപ്രധാനമായ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന് അതിന്റെ ഇടനാഴി കടന്നു പോകുന്ന അതേ പ്രദേശത്തു കൂടി, അതിന് തൊട്ട് സമീപത്തോടു കൂടിയാണ് ഈ പോർട്ട് നിലകൊള്ളുന്നത് എന്നുള്ളതും തന്ത്രപ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് വാണിജ്യ ആവശ്യങ്ങൾ എന്നതിലുപരിയായി ഇതിന്റെ ഒരു പൊസിഷൻ, ഈ ഈ തുറമുഖത്തിന്റെ ഒരു നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുക്കുന്നത് എന്ന് പറയുന്നത് തീർച്ചയായും പാകിസ്ഥാനെയും ചൈനയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷാ ഭീഷണി വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമായി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒരു തീരുമാനമാണ്. ചരക്ക് ഗതാഗത ഇന്ത്യ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളുമായോ മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ചരക്ക് ഗതാഗതം മെച്ചപ്പെടുത്തുക മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുമായിട്ടുള്ള ഗതാഗതം കുറവാണ്, വാണിജ്യം കുറവാണ്. അപ്പൊ ആ വാണിജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചരക്ക് ഗതാഗതത്തിൽ ഈ പോർട്ട് നിർണായകമായി മാറുമ്പോൾ ആ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇന്ത്യയുടെ സൗഹൃദം മെച്ചപ്പെടുത്തുന്നതിനും
ആ വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താനും ഒക്കെ ഇതൊരു ഘടകമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഒരു തുറമുഖ ഹബ്ബായി ഈ ചബഹാർ പോർട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയുടെയും ഇറാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ ഒരു തുറമുഖ ഹബ്ബായി മാറുക എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും ഇതര രാജ്യങ്ങളുമായും ഒക്കെ ഇന്ത്യക്ക് വളരെ വലിയ സ്വീകാര്യതയും ബന്ധങ്ങളും മെച്ചപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റാൻ ഇതൊരു ഘടകമായി മാറും എന്നുള്ളത് സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ തുറമുഖത്തെ കണ്ടെയ്നർ മാത്രമല്ല മൾട്ടിപർപ്പസ് ടെർമിനലുകളുടെ കൂടെ ഒരു നിയന്ത്രണം ഇന്ത്യക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വലിയ തരത്തിലുള്ള വാണിജ്യ വ്യാപാരത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളൊക്കെ വലിയ ഇന്ധന നിക്ഷേപമുള്ള പ്രദേശങ്ങളാണ്. ഇപ്പൊ ഇറാന്റെ ദക്ഷിണ തീരം എന്ന് പറയുന്നത് ഈ ബലൂചിസ്ഥാൻ സിസ്ഥാൻ പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന വലിയ ഇന്ധന നിക്ഷേപമുള്ള പ്രദേശങ്ങളാണ്. അപ്പം ഇന്ധനം വളരെ ആവശ്യമായി വരുന്ന, അല്ലെങ്കിൽ ഇന്ധനത്തിന് വേണ്ടി ഇതര രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, വലിയ തോതിൽ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ രാജ്യാന്തരമായി തെക്ക് വടക്ക് ഇടനാഴി, ഗതാഗതത്തിനുള്ള തെക്ക് വടക്ക് ഇടനാഴിയുണ്ട്. ആ ഇടനാഴിയോടൊപ്പം ആ ഇടനാഴിയുടെ ഒരു പ്രധാനപ്പെട്ട ആ ഇടനാഴിയിൽ മുഖ്യസ്ഥാനം വഹിക്കുന്ന ഒരു പ്രദേശമായി ഈ തുറമുഖം മാറുന്നു എന്നുള്ളതും ഈ തുറമുഖത്തിന്റെ പ്രത്യേകതയായി കരുതപ്പെടുന്നു. ചുരുക്കത്തിൽ ഇന്ത്യ ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, അത് 10 വർഷത്തേക്ക് കിട്ടുക, അത് ആദ്യമായി അങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെക്കുക, അതുവഴി മധ്യേഷ്യയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കുക, യൂറോപ്യൻ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധം വർദ്ധിപ്പിക്കുക, പാകിസ്ഥാനും ചൈനയ്ക്കും ഒരു ചെറിയ ഭീഷണിയായി നിലകൊള്ളുക, ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അടുത്ത കാലത്ത് പോലും നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടതാണ് തുറമുഖ പ്രദേശങ്ങൾ വഴിയുള്ള ഭീഷണികൾ കൂടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പല മോണിറ്ററിങ്ങിന് വേണ്ടി ഇപ്പം ശ്രീലങ്കൻ തീരത്ത് പോലും ചൈനയുടെ കപ്പലെത്തി ഇന്ത്യയുടെ പല കാര്യങ്ങളും നിരീക്ഷിക്കുന്നതായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മുമ്പ് പുറത്തു വന്നിട്ടുള്ളതാണ്. ഇന്ത്യ അയച്ചിട്ടുള്ള ചാര കപ്പലുകൾ വഴിയും സ്പൈ ബലൂണുകൾ വഴിയും ഇന്ത്യയുടെയും അമേരിക്കയുടെയും കാനഡയുടെയും ഒക്കെ സുരക്ഷയെ സംബന്ധിക്കുന്ന പല വിവരങ്ങളും ചോർത്തുവാൻ ചൈന ശ്രമം നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ച് തുറമുഖ വികസനത്തിൽ ഇതുവരെ വേണ്ടത്ര കാര്യമായ ശ്രദ്ധിക്കാതിരുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങളായി വരികയാണ്, അതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ മെല്ലെപ്പോക്ക് നയമാണ് ഇക്കാര്യത്തിൽ എന്നൊക്കെ ഉള്ളത് വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു വിദേശ തുറമുഖം നമ്മൾ ഏറ്റെടുക്കുന്നു, അത് വളരെ തന്ത്രപ്രധാനമായ ഒരു തുറമുഖം നമ്മൾ ഏറ്റെടുക്കുന്നു, അതുവഴി രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു, വാണിജ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു, വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഊർജ്ജ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആക്കം കൂട്ടാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ ഇതര രാജ്യങ്ങൾക്ക് തന്ത്രപരമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകുന്നു. അതുകൊണ്ട് തന്നെ ചബഹാർ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യക്ക് നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലൊക്കെ നമ്മൾ നിൽക്കുമ്പോഴും ഇങ്ങനെ ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ വിദേശ നയതന്ത്രത്തിന്റെ ഒരു വിജയമായിട്ട് വേണം കണക്കാക്കുവാൻ. ഇതിനൊക്കെ ഇടയിലും നമ്മുടെ നേതാക്കന്മാർ ടെഹ്റാൻ സന്ദർശിക്കുവാനും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും അവിടെ ഉടമ്പടികൾ ഒപ്പുവെക്കാനും, കാരണം കഴിഞ്ഞ 2018 തന്നെ ഇങ്ങനെയുള്ള ചർച്ചകൾ നടന്നുവെങ്കിലും ഇറാനെതിരെ വലിയ ഉപരോധങ്ങൾ വന്നതുകൊണ്ട് തന്നെ അവിടുത്തെ വാണിജ്യം പോലും 10% കുറഞ്ഞിരുന്നു. അപ്പൊ അതിനെയൊക്കെ മറികടക്കുവാനും ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണം കിട്ടുമ്പോൾ സ്വാഭാവികമായും അതൊരു പോസിറ്റീവ് ഘടകമായി ഉപയോഗിക്കുവാനും അതുവഴി ഇന്ത്യക്ക് നേട്ടം ഉണ്ടാക്കുവാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഒരു വിദേശ തുറമുഖം ഏറ്റെടുക്കുന്ന ഇന്ത്യയുടെ അത്യപൂർവമായ ശ്രമം എന്ന് പറയുന്നത് അന്തർദേശീയ രംഗത്തെ ഒരു പുതിയ നയതന്ത്രത്തിന്റെയും ഇടപെടലിന്റെയും ഒരു വിജയമായി അധികം വൈകാതെ പരിഗണിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇതൊരു ഏറ്റവും ശക്തമായ രാജ്യത്തിലേക്ക് നീങ്ങുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോ ആക്റ്റീവ് നയത്തിന്റെ, അല്ലെങ്കിൽ തങ്ങൾ ഒരു വലിയ ശക്തിയാകാൻ ശ്രമിക്കുന്ന ഒരു ശക്തി ലോകത്തെ വലിയ ശക്തിയായി മാറണമെങ്കിൽ അന്തർദേശീയ രാഷ്ട്രീയത്തിലും രംഗത്തിലും സാമ്പത്തിക രംഗങ്ങളിലും ഇടപെടുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇടപെടലായി ഇതിനെ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ശുഭകരമായ കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം.